ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് പേജിലുള്ള ഒരു ആർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ ഒരു ന്യൂസ് ആണ്. സെന്റർ മൂവ്സ് ബിൽ ഫോർ പാൻ മസാല സെസ് ആൻഡ് ഹയർ ഡ്യൂട്ടീസ് ഓൺ ടൊബാക്കോ പ്രൊഡക്ട്സ്. ടൊബാക്കോ പ്രൊഡക്ട്സുകളിൽ ഒരു പാൻ മസാല സെസ് എന്ന് പറയുന്നത്, പാൻ മസാലയ്ക്ക് ആണെങ്കിൽ പാൻ മസാല സെസ് എന്ന് പറയുന്ന ഒരു സെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. എന്താണ് സെസ്, എന്താണ് സർചാർജ്. നിങ്ങൾക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കോൺസ്റ്റിറ്റ്യൂഷന്റെ അധികാരമില്ലാണ്ട്, അതായത് പാർലമെന്റിന്റെ അധികാരമില്ലാണ്ട് ഒരു ടാക്സും ലെവി ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായോ? പാർലമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റുകളുടെ അധികാരമില്ലാണ്ട് ഒരു ടാക്സും ലെവി ചെയ്യാനായിട്ട് പാടില്ല. സോ വെൻ കംസ് ടു സെസ് ആൻഡ് സർചാർജ്, എന്താണ് ഈ സെസ്സും സർചാർജും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ സെസ് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. 2018 ഫ്ലഡ്സ് വന്നു. ഓക്കെ, 2018 ഫ്ലഡ്സ് വന്നു. ഈ ഫ്ലഡ് വന്നു കഴിഞ്ഞതിന് ശേഷം കേരള സർക്കാർ ഫ്ലഡ് സെസ് എന്ന് പറഞ്ഞൊരു സെസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ 2019-20 കാലഘട്ടങ്ങളിലൊക്കെ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? നിങ്ങളിപ്പോ ഒരു 25 രൂപയുടെ ടിക്കറ്റ് എടുത്തു, അല്ലെങ്കിൽ 30 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് തരും. പിന്നെ 1 രൂപയുടെ ഒരു സെസ്സിന്റെ ഒരു ടിക്കറ്റ് കൂടി തരും. നോർമൽ ടിക്കറ്റ് ചാർജ് 27 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 25 രൂപയേ ഉള്ളൂ. പക്ഷേ ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അഡീഷണൽ നികുതി നിങ്ങളുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുകയാണ്. അതിനെയാണ് സെസ് എന്ന് പറയുന്നത്. സോ സെസ് ഈസ് എ ഫോം ഓഫ് ടാക്സ് ദാറ്റ് ഈസ് ലെവിഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഇറ്റ്സ് എ ഫോം ഓഫ് ടാക്സ്. പക്ഷേ ചില സ്പെഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? നോർമലി എന്തൊക്കെ ഇങ്ങനെ ഫ്ലഡ് വരുമ്പോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെസ്, ദെൻ എന്താണ് സ്വച്ഛ് ഭാരത് ഇനീഷ്യേറ്റീവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ക്ലീൻ ഗംഗ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇങ്ങനെ ഡിഫറൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെസ്സുകളും സർചാർജുകളും ഇഷ്യൂ ചെയ്യാറുണ്ട്. സോ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് ടാക്സ്, ടാക്സിന്റെ ഒരു ഫോമാണ്. ഓക്കെ, സോ ടാക്സിന്റെ ഒരു ഫോം എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇൻകം ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 5 ഹെഡ്സിൽ നിന്നുള്ള ഇൻകം എടുക്കും. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് 5 ഹെഡുകളിൽ നിന്നുള്ള ഇൻകംസ് എടുക്കും, നിങ്ങളുടെ ഇൻകം സോഴ്സുകൾ. എന്നിട്ട് അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് മൈനസ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഡിഡക്ഷൻസുകൾ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യും. ബിസിനസ് ആണെങ്കിൽ ലോസിൽ വരികയാണെങ്കിൽ ലോസുകൾ മൈനസ് ചെയ്യാൻ പറ്റുന്ന ലോസുകളാണെങ്കിൽ അത് മൈനസ് ചെയ്യും. അങ്ങനെ നമ്മൾ അവസാനം ഒരു ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങളുടെ ഇൻകം ഇത്ര രൂപയാണ്. ഓക്കെ, ആ ഇൻകത്തിന്റെ മേലാണ് നിങ്ങൾ എന്ത് കൊടുക്കുന്നത്? ടാക്സ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 10% ഇൻകം ടാക്സ്. അപ്പോൾ ടോട്ടൽ ഇൻകത്തിന്റെ മേലിൽ, അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകത്തിന്റെ മേലിൽ നിങ്ങൾ എന്ത് ചെയ്യും? 10% ഇൻകം ടാക്സ് കൊടുക്കും. ദെൻ 2% സെസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ടാക്സബിൾ ഇൻകം. ഓക്കെ, എന്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം 15 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്ത് കൊടുക്കും? 10% ഇൻകം ടാക്സ് കൊടുക്കും. സെസ്സും ഇഷ്യൂ ചെയ്യുന്നത് ഈ ഇൻകത്തിന്റെ പുറത്താണ്. ഓക്കെ, 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ 2% സെസ്, എഡ്യൂക്കേഷണൽ സെസ്, അല്ലെങ്കിൽ 1% ഫ്ലഡ് സെസ്. സോ എന്ത് കൊടുക്കും? 10 ലക്ഷം രൂപയുടെ എന്താണ് 1%? 10 ലക്ഷം രൂപയുടെ 10% എന്ന് പറയുമ്പോൾ 1 ലക്ഷമായി. ഒരു 1% എന്ന് പറയുമ്പോൾ 10,000 രൂപ. സോ 10,000 രൂപ എന്തായി? 10,000 രൂപ എന്റെ സെസ് ആയിട്ട് മാറും. ഓക്കെ ആണോ? സെസ് ആയിട്ട് മാറും. സോ ഇറ്റ്സ് എ ടാക്സ് ദാറ്റ് ഈസ് ലെവിഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. പക്ഷേ സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർചാർജ് സിംപ്ലി മീൻസ് ടാക്സ് ഓൺ ടാക്സ്. എന്താണ് ടാക്സ് ഓൺ ടാക്സും നമ്മളുടെ അഡീഷണൽ ടാക്സും തമ്മിലുള്ള വ്യത്യാസം? അതായത്
സർചാർജും ഗവൺമെന്റുകൾക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഉപാധിയാണ് അല്ലെങ്കിൽ വഴിയാണ്. ഓക്കെ, പക്ഷേ സർചാർജ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മളുടെ ഇൻകത്തിന്റെ പുറത്തല്ല. ഫോർ എക്സാമ്പിൾ, 10 ലക്ഷം രൂപ എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇൻകം ടാക്സ് എത്ര അടച്ചു? 10% എനിക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വന്നു. സോ 10% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ. അതിന് മേലെ ഞാൻ എന്ത് കൊടുത്തു? സെസ് കൊടുത്തു, ഫ്ലഡ് സെസ് കൊടുത്തു. എത്രയായിരുന്നു? 1% ഫ്ലഡ് സെസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഫ്ലഡ് സെസ് എന്ന് പറയുമ്പോഴും അപ്പൊ എന്റെ ടോട്ടൽ ഞാൻ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ടാക്സ് എത്രയാണ്? 10%. അതായത് 1 ലക്ഷം രൂപ വരുന്ന എത്ര? 10% 1 ലക്ഷം രൂപ. ദെൻ ഒരു 1% സെസ് കൂടി ആഡ് ചെയ്ത് 1,10,000 രൂപയാണ് ഞാൻ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ടാക്സും സെസ്സും. എന്നാൽ സർചാർജ് ഇഷ്യൂ ചെയ്യുന്നത് ഈ ടാക്സിന്റെ പുറത്തായിരിക്കും. ഓക്കെ, സോ എനിക്ക് സർചാർജ് ഇഷ്യൂ ചെയ്യുന്നത് ഈ 1,10,000 രൂപയുടെ 1,10,000 രൂപ എന്ന ടാക്സ് ഞാൻ അടക്കേണ്ട ടാക്സിന്റെ പുറത്തായിരിക്കും. സോ ടാക്സിന്റെ ഇത്ര ശതമാനം, ടാക്സിന്റെ 1% വീണ്ടും സർചാർജ് ആയിട്ട് ഞാൻ കൊടുക്കേണ്ടി വരും ചിലപ്പോ. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർചാർജ് എന്ന് പറയുന്നത്. സോ സർചാർജ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങളോട് പഠിക്കേണ്ടത്, സർചാർജ് ഇൻകത്തിന്റെ പുറത്തല്ല, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടിന്റെ പുറത്തല്ല സർചാർജ് അടിച്ചു കൊടുക്കുന്നത്. പകരം എവിടെയാണ് സർചാർജ് അടിച്ചു കൊടുക്കുന്നത്? സർചാർജ് അടിച്ചു കൊടുക്കുന്നത് ഇത് ടാക്സിന്റെ പുറത്താണ്. ഓക്കെ, സോ ഇൻകം ടാക്സിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇൻകം ടാക്സ് എങ്ങനെയാണ്? 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എനിക്ക്. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% രൂപ ടാക്സ് ആയിട്ട് കൊടുത്തു. സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇൻകത്തിന്റെ 1% രൂപ ഞാൻ സെസ് ആയിട്ട് കൊടുത്തു. അഡീഷണൽ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അഡീഷണൽ ടാക്സിനെയാണ് സെസ് എന്ന് പറയുന്നത്. എന്നാൽ സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is an additional tax or levy imposed on existing duties. നിലവിലുള്ള ഡ്യൂട്ടീസ് എത്രയാണോ ഓർ ടാക്സസ് എത്രയാണോ അതിന്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ സർചാർജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ 10 ലക്ഷത്തിന്റെ 1% അല്ല എനിക്ക് സർചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. പകരം ഞാൻ പേ ചെയ്യാനായിട്ട് നിർബന്ധനായ 1,10,000 എന്ന് പറയുന്ന ടാക്സ്, അതിന്റെ മുകളിൽ 1% ഞാൻ സർചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഇൻകം ടാക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടായിരിക്കും സർചാർജ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർചാർജും സെസ്സും എന്തിലേക്ക് കൊടുക്കേണ്ട? ഡിവിസിബിൾ പൂളിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എന്താണ് ഈ ഡിവിസിബിൾ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിവിസിബിൾ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇൻകം ടാക്സ് ഇത്ര രൂപ കിട്ടി, 1 ലക്ഷം രൂപ എന്റെ ഇൻകം ടാക്സ് കിട്ടി. അത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഡിവൈഡ് ചെയ്തെടുക്കണമല്ലോ. സെൻട്രൽ കളക്ട് ചെയ്യും, അത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കൊടുക്കണം. ഓക്കെ, അതിനൊക്കെയാണ് നമ്മൾ ഫിനാൻസ് കമ്മീഷനൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ടാക്സിന്റെ ഡെവല്യൂഷൻ സംഭവിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ വിളിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, പക്ഷേ സെസ്സും സർചാർജും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റിന് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആരാണോ കളക്ട് ചെയ്യുന്നത് അവർക്ക് അത് കീപ്പ് ചെയ്യാം. വേറെ ഷെയർ അല്ലെങ്കിൽ ഡിവിസീവ് പൂളിലേക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല, അതായത് വിഭജിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് തന്നെ അത് വെക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് സെസ്സിന്റെയും സർചാർജിന്റെയും ഒരു പ്രത്യേകത. സോ ഗവൺമെന്റ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിനെതിരെ കേൾക്കുന്ന ഒരു ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് സെസ്സും സർചാർജും കൂട്ടാനായിട്ടുള്ള പ്രക്രിയകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ്, ഈ സ്റ്റേറ്റുകൾക്ക് പണം കൊടുക്കാണ്ട് സെന്ററിന്റെ കയ്യിൽ തന്നെ പണങ്ങൾ വരാനായിട്ടുള്ള സാധ്യത പൂർണ്ണമായിട്ടൊരു ക്രിറ്റിസിസം അവര് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഭാഗികമായിട്ട് ശരിയല്ല. കാരണം എന്താണ്, നമ്മളുടെ മേജർ ടാക്സുകളെല്ലാം ഡിവോൾവ് ചെയ്തിരിക്കുന്നത് GST അണ്ടറിലാണ്. സോ ഇൻഡയറക്റ്റ് ടാക്സുകൾ ഓൾമോസ്റ്റ് 95% എന്തിലേക്ക്? GSTയിലേക്ക് സമപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് അഡീഷണൽ ആയിട്ട് വേറെ ടാക്സുകൾ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ലാത്തത്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഡെവല്യൂഷന്റെ ഒരു കാര്യം കൂടി ഈ ഒരു കേസിൽ ഓർക്കുക. ഓക്കെ, then coming to the next article. Next article is related to masala bonds. നമ്മളുടെ കേരള ഗവൺമെന്റിനെ തേടി ED വന്നിരിക്കുകയാണ്. ഓക്കെ, സോ മസാല ബോണ്ട് നമ്മളുടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിലാണ്
ED അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. കുറച്ച് മുന്നേയും നമ്മളുടെ തോമസ് ഐസക് സാറിന് EDയുടെ ഒരു നോട്ടീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ED കോൺട്രവേഴ്സി അല്ല, മസാല ബോണ്ട് കോൺട്രവേഴ്സി. എന്താണ് ഈ മസാല ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബോണ്ട് എന്താണ്. ബോണ്ടിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ, എക്കണോമിക്സിലുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവും. അത് നമ്മൾ ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ മസാല ബോണ്ട് നമ്മൾ എന്ത് കേട്ടിട്ടുണ്ട്? മസാല ബോണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ശരവണ ഭവനിൽ നിന്നും ആര്യാസിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്താണ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ വാട്ട് ഈസ് ബോണ്ട്? നമ്മൾ ബോണ്ട് വേറെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്? നമ്മൾ എംപ്ലോയ്മെന്റ് എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ബോണ്ട് എഴുതി കൊടുക്കണോ? ബോണ്ട് എഴുതി കൊടുക്കണോ? ആ ബോണ്ടും ഈ ബോണ്ടും സെയിം ആണോ? സോ ബോണ്ട്സ് ആർ ആക്ച്വലി എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്, ഒരു കടപത്രമാണ്. എന്താണ് ഈ കടപത്രത്തിന്റെ പ്രത്യേകത? മുദ്രപത്രം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കടപത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇപ്പോൾ റെന്റിന് താമസിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് PGസിൽ റെന്റിന് താമസിക്കുന്നവരായിരിക്കും. അവര് ചില സമയങ്ങളിൽ അവരൊരു ബോണ്ട് എഴുതി കൊടുക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് നിങ്ങൾ എഴുതണം എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ രജിസ്ട്രാറിന്റെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ മുദ്രപത്രം വിൽക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ 200 രൂപയുടെയോ 100 രൂപയുടെയോ ഒരു മുദ്രപത്രമാണ്, എന്നിട്ട് അതിൽ ഞങ്ങൾ ഇന്ന് താമസിച്ചോളം അല്ലെങ്കിൽ ഇന്ന ക്ലോസുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ബോണ്ട് എഴുതി കൊടുക്കും, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് എഴുതി കൊടുക്കും. അതുപോലെ നമ്മൾ കടം വാങ്ങുമ്പോഴും കടം കൊടുക്കുമ്പോഴും നമ്മൾ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഇത്ര രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി, ഇത്ര ദിവസങ്ങൾക്ക് ശേഷം ഇത്ര രൂപയായിട്ട് 1,00,000 രൂപ ഞാൻ വാങ്ങി, അതിന് 8% പലിശയോട് കൂടിയിട്ട് ഇത്രാം തീയതി 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുത്തേക്കാം എന്ന് പറയുന്ന എഗ്രിമെന്റിനെ പറയുന്ന പേരാണ് ബോണ്ടുകൾ. ഓക്കെ, സോ ബോണ്ട്സ് ആർ ജനറലി ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ്. കടപത്രങ്ങളാണ് ഈ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ബോണ്ടുകൾ 2 തരത്തിലുണ്ട്. നമ്മള് പൈസ കൊടുക്കുമ്പോൾ, നമ്മളിപ്പോ ഒരാൾക്ക് പൈസ കൊടുക്കാന്ന് വിചാരിക്കുക. പൈസ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഫോർ എക്സാമ്പിൾ ഞാൻ 2,00,000 രൂപ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ അത് തിരിച്ചു തരും എന്നുള്ളതിന് എന്താ ഉറപ്പ്? അപ്പൊ ഞാൻ എന്ത് പറയും? നിങ്ങളുടെ വീടിന്റെ ആധാരം എനിക്കൊന്ന് തരണം. ബാങ്കുകൾ ചെയ്യുന്നത് എങ്ങനെയാണല്ലോ, വീടിന്റെ ആധാരം എനിക്കൊന്ന് തരണം, എന്നിട്ട് അതിന്റെ ഒരു പവർ ഓഫ് അറ്റോർണിയും എഴുതി തരണം. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ തിരിച്ചു തരാത്ത പക്ഷം, ബോണ്ടിൽ തന്നെ നമ്മൾ എഴുതും, തിരിച്ചു തരാത്ത പക്ഷം ഈ വീട്, ഈ സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്താണ്, കൈവശം വെക്കുവാനും വിൽക്കുവാനുമുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നൊരു ക്ലോസ് കൂടി നമ്മൾ ബോണ്ടിൽ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ 2,00,000 രൂപ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എനിക്ക് തിരിച്ചെന്ത് തരും? നിങ്ങളുടെ വീടിന്റെ ആധാരം. നിങ്ങൾ പൈസ തിരിച്ചു തരാത്ത പക്ഷം നിങ്ങളുടെ വീടിന്റെ ആധാരം യൂസ് ചെയ്യാനായിട്ടും വീടിന്റെ പൊസഷൻ ഏറ്റെടുക്കുവാനായിട്ടുള്ള അധികാരം നിങ്ങൾക്ക് തരും. സോ അങ്ങനെ സെക്യൂരിറ്റി സെക്യൂരിറ്റി അണ്ടർമൈൻ ചെയ്തുകൊണ്ട്, ഒരു കൊളാറ്ററൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്യൂർഡ് ബോണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ബോണ്ടുകൾ എന്താണ്? കടപത്രമാണ്. ആരെങ്കിലും കടം വാങ്ങിക്കുമ്പോഴോ കടം കൊടുക്കുമ്പോഴോ നമ്മൾ എഴുതി കൊടുക്കുന്ന കടപത്രത്തെയാണ് നമ്മൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അത് സെക്യൂരിറ്റിയുടെ ബേസിസിലാണെങ്കിൽ, ഇതൊരു സെക്യൂരിറ്റി അണ്ടർലൈൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സെക്യൂർഡ് ബോണ്ട്സ് എന്ന് വിളിക്കും. ദെൻ സെക്യൂരിറ്റി ഒന്നുമില്ല, നിങ്ങൾ ഒരു വാക്കിന്റെ പുറത്ത് അല്ലെങ്കിൽ ബോണ്ട് മാത്രമേ ഉള്ളൂ, വേറെ സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ അൺസെക്യൂർഡ് ബോണ്ട്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ ബോണ്ട്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ കം ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ. ഈസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ബോണ്ട്സ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബോണ്ട്സ് ആണോ? ഇപ്പോ പ്രിലിംസിന് ഒരു ചോദ്യം വന്നിരിക്കുകയാണ്. ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബോണ്ട്സ് ആണോ അല്ലയോ? യെസ് ഓർ നോ? ഓഫ് കോഴ്സ് യെസ്. കാരണം എന്താണ്? ബോണ്ട്സിന്റെ അർത്ഥം എന്താ? ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപത്രം. നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു പത്രത്തെയാണ് ബോണ്ട്സ് എന്ന് പറയുന്നത്. സോ ഗവൺമെന്റ് എപ്പോഴൊക്കെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്? ഗവൺമെന്റ് കടം വാങ്ങുകയോ ഗവൺമെന്റ് കടം കൊടുക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ. ഓക്കെ,
സോ അതിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും, വെയ്സ് ആൻഡ് മീൻസ് ഓഫ് അഡ്വാൻസസ്. സോ വെയ്സ് ആൻഡ് മീൻസ് ഓഫ് അഡ്വാൻസസ് 90 ഡേയ്സ് വരെ സീറോ ഇൻട്രസ്റ്റ് ആണ്. 90 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പോ റേറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, സോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബോൺസ് ആണ്, ഒരു സംശയവും വേണ്ട. സോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് എപ്പോഴാണോ കടം വാങ്ങിക്കുന്നത്, ഗവൺമെന്റ് എപ്പോഴാണോ കടം കൊടുക്കുന്നത്, ആ സന്ദർഭങ്ങളിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, ലോങ് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. ദെൻ എന്താണ്, ഒരു വർഷത്തിൽ താഴെയുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ നമ്മൾ ട്രഷറി ബില്ലുകൾ എന്ന് വിളിക്കും. 180 ദിവസം, എവിടെ ട്രഷറി ബിൽ ഞാൻ എഴുതിയിട്ടുണ്ടോ? യെസ്, ട്രഷറി ബിൽ. ട്രഷറി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസത്തിൽ താഴെ ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ട്രഷറി ബില്ലുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ട്രഷറി ബിൽസ് എന്താണ്? ട്രഷറി ബിൽസ് ബോണ്ടാണോ? ട്രഷറി ബിൽസും ബോണ്ടാണ്. സോ ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഷോർട്ട് ടേം debt instrument issued by the government of India. So whenever you hear the term debt instrument, think that it's a bond. Okay, debt instruments എന്ന് ആര് എപ്പോ പറയുന്നു, അപ്പോ ബോണ്ട് ആണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചേക്കുക. ഓക്കെ, സോ 365 ദിവസത്തിൽ താഴെയുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന കടപത്രങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രഷറി ബിൽസുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, സ്റ്റാറ്റിക് ചോദ്യം, ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് ആർക്കാണ് അധികാരം? സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടോ? ഇല്ല. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. സെൻട്രൽ ഗവൺമെന്റുകൾക്ക് മാത്രമാണ് ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയ ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ്, ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ഫ്ലെക്സിബിൾ അല്ല. ലോങ് ടേമിലേക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഷോർട്ട് ടേമിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് അവർക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾ ഒന്ന് ഓർക്കുക. ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് മാത്രമാണ് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇഷ്യൂ ചെയ്യും, ചെറിയ കാലയളവിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇഷ്യൂ ചെയ്യും. പക്ഷെ അതിനെ വിളിക്കുന്നത് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ് എന്നാണ്. എന്താണ്? സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ്. സോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്നത് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ് എന്നാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എല്ലാം ബോൺസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ എന്തായിരുന്നു? മസാല ബോൺസ്. സോ മസാല ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മസാല ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുപ്പി ഡിനോമിനേറ്റഡ് ബോൺസ് ആണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് 1 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം വരികയാണ്. ഓക്കെ, 10 ലക്ഷം രൂപയുടെ ആവശ്യം വരികയാണ്. അപ്പൊ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന്, അതായത് എന്റെ ജർമ്മനിയിലുള്ള ഒരു സുഹൃത്തിന്റെ അടുത്ത് നിന്ന് ഞാൻ കടം വാങ്ങിക്കുകയാണ്. കടം വാങ്ങിച്ച അവസരത്തിൽ ഞാൻ എന്ത് പറഞ്ഞു? മക്കളെ, ഞാൻ ഒരു 10 ലക്ഷം രൂപ നീ എനിക്ക് തരണം. ഓക്കെ, ഞാൻ അതിന്റെ പലിശയും കൂട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ എന്റെ കയ്യിൽ സെക്യൂരിറ്റി വെക്കാനായിട്ട് വീടില്ല, ഓർ അതർ അസറ്റ്സുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നീ നമ്മളുടെ ഈ ബോണ്ട്, ഈ കടപത്രം അല്ലെങ്കിൽ ഇതിന്റെ വരുമാനം നീ റുപ്പിയിലേക്ക് എന്ത് ചെയ്യണം? റുപ്പിയിലേക്ക് പെഗ് ചെയ്യണം, കെട്ടിവെക്കണം. ഓക്കെ, സോ വെനെവർ ദ റുപ്പി അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ റുപ്പി ഫ്ലക്ച്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നിനക്ക് പണം കൂടുതൽ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു എക്സാമ്പിൾ പറയാം. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞൊരു ബോണ്ട് ഉണ്ട്. ഓക്കെ, സോവറിൻ ഗോൾഡ് ബോണ്ട്. സോ ഈ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് ഈ പേപ്പർ ഗോൾഡ് എന്ന് അറിയപ്പെടും. ഓക്കെ, സോ ഈ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ഇതുപോലെ ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ജർമ്മനിയിലെ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, കൂട്ടുകാര 10 ലക്ഷം രൂപ എനിക്ക് തരണം. കൂട്ടുകാരൻ പറഞ്ഞു, സ്നേഹബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് ബോണ്ട് വേണം, ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് നീ എനിക്ക് ഒപ്പിട്ട് തരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഞാൻ ഒപ്പിട്ട് തരാം. പക്ഷേ അവൻ ഒരു കണ്ടീഷൻ വെച്ചു, നിന്റെ കയ്യിൽ വീടില്ല, പണമില്ല, വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നീ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിൽ ഒരു കാര്യം ചെയ്യണം. നിന്റെ ബോണ്ട്, നീ തരാൻ പോകുന്ന ഇത്
എന്ത് ചെയ്യണം? 8% പലിശയിലൊന്നും പറഞ്ഞ് എനിക്ക് എഴുതി തരേണ്ട കാര്യമില്ല. പകരം നീ എന്ത് ചെയ്യണം? നീ ഇത് ഗോൾഡിന്റെ വാല്യൂവില് എന്ത് ചെയ്യണം? പെഗ് ചെയ്യണം, കെട്ടിവെക്കണം. ഓക്കെ. സോ ഞാൻ നിനക്കിപ്പോ 1,00,000 രൂപ തന്നു, അല്ലെങ്കിൽ 10,00,000 രൂപ തന്നു. ഫോർ എക്സാമ്പിൾ ഇത് 2018 ഞാൻ ഈ 10,00,000 രൂപ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. സോ 2018 കേസാണ്. സോ ഈ 10,00,000 രൂപ തന്നു. 5 വർഷം കഴിഞ്ഞിട്ട് നീ എനിക്ക് ഇത് തിരിച്ചു തന്നാൽ മതി. പക്ഷേ തിരിച്ചു തരുമ്പോ അന്നത്തെ ഗോൾഡിന്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂവിലുള്ള പൈസ, അതായത് 10,00,000 രൂപയ്ക്ക് ഞാൻ 2018 ഒരു ഗോൾഡ് വാങ്ങിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 10,00,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഗോൾഡ് വാങ്ങിച്ചിരുന്നെങ്കിൽ, അതിന് സമാനമായിട്ടുള്ള ഗോൾഡിന്റെ എമൗണ്ട് എത്രയാണോ 2025 എത്രയാണോ അത്രയും ഗോൾഡ് വാങ്ങിക്കാനായിട്ടുള്ള പൈസ എനിക്ക് തരണം. ഓക്കെ. സോ നിങ്ങൾക്കറിയാം ഗോൾഡിന്റെ പ്രൈസ് എങ്ങനെയാണ്? 2018 നിന്ന് ഹ്യൂജ് ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2018 എത്രയായിരുന്നു? 25,000, 30,000, 40,000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അറൌണ്ട് 200% 2025 ആയപ്പോഴേക്കും ഗോൾഡിന്റെ പ്രൈസ് ഡബിൾ ചെയ്തു. സോ 10,00,000 രൂപയ്ക്ക് അന്ന് ഗോൾഡ് വാങ്ങിച്ചവൻ ഇന്ന് അത് വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും? ഇന്ന് അത് വിൽക്കുമ്പോൾ അറൌണ്ട് 20 lakh കിട്ടും. സോ ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ട് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്ക് നമ്മളുടെ എന്റെ ജർമ്മനിയിലുള്ള സുഹൃത്തിന് 20,00,000 രൂപ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരും. ഓക്കെ. സോ സോവറിൻ ഗോൾഡ് ബോണ്ട്സിൽ അങ്ങനെയാണ്. സോ എന്താണോ സെക്യൂർഡ് ആയിട്ടുള്ള അസറ്റ്, ആ അസറ്റിലേക്ക് പെഗ് ചെയ്തിട്ടും. ഓക്കെ, മനസ്സിലായോ? സോ സോവറിൻ ഗോൾഡ് ബോണ്ട് ആക്ച്വൽ എക്സാമ്പിൾ അല്ല, കാരണം സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഒരു സോവറിൻ അതോറിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ RBI പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് പോലെ നമ്മൾ റുപ്പി ഡിനോമിനേറ്റഡ് അസറ്റുകളിലേക്ക്, എവിടെയാണ്? ഇന്ത്യൻ കറൻസിയിലേക്ക് പെഗ് ചെയ്യുന്ന ബോണ്ടുകളെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ മസാല ബോണ്ടുകൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ക്ലാരിറ്റി കിട്ടിയോ? കിട്ടിയില്ല, മസാല ബോണ്ട് എന്താണെന്ന് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ എക്സാമ്പിളിലേക്ക് പോകണം. 2018 എന്ത് ചെയ്തു? 18 10,00,000 രൂപയ്ക്ക് ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നു. അദ്ദേഹം ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട്, അതായത് 8% ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും തന്നാൽ പോരാ, പകരം ഈ തുക എത്രയാണോ 2025 തിരിച്ചു വരുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് എത്രയാണോ ആ പ്രൈസ് എനിക്ക് തരണം. 10,00,000 രൂപയ്ക്ക് ഞാൻ 2018 ഗോൾഡ് വാങ്ങിയിരുന്നെങ്കിൽ, ഞാൻ 2025 ആകുമ്പോൾ എന്റെ ഈ 10,00,000 രൂപയുടെ വാല്യൂ ഉള്ള ഗോൾഡ് എത്രത്തോളം അപ്രീഷിയേറ്റ് ആകുമോ അത്രയും തുക എനിക്ക് തരണം. അതാണ് ഗോൾഡ് ബോണ്ടുകൾ അല്ലെങ്കിൽ പേപ്പർ ബോണ്ടുകൾ. അതുപോലെ റുപ്പി ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റുകളിലേക്ക് പെഗ് ചെയ്യുന്നു. ഓക്കെ. സോ റുപ്പിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത്? ഓട്ടോമാറ്റിക്കലി എന്റെ പ്രൈസ് കൂടും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോ മസാല ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണെങ്കിൽ അവരുടെ റുപ്പിയുടെ വാല്യൂ ഡിനോമിനേറ്റ് ആണോ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ആണോ ചെയ്തിട്ടുണ്ടാവുക? ഡെഫിനറ്റ്ലി ഡിപ്രീഷിയേറ്റ് ആണ് ചെയ്തിട്ടുണ്ടാവുക. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ വായിച്ചു റുപ്പിയുടെ വാല്യൂ ഡിക്രീസ് ആണ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇപ്പോ കറന്റ് മസാല ബോണ്ടിന്റെ വാല്യൂ കുറയും, മസാല ബോണ്ട് വാങ്ങിക്കാനായിട്ട് ആളുകൾ ഇല്ലാണ്ടാകും. കാരണം റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മസാല ബോണ്ട് വാങ്ങിക്കുന്നവരുടെ എണ്ണം കുറയും. സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, എന്താണ് മസാല ബോണ്ട്. സോ റുപ്പിയിൽ പെഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക. പശുവിന്റെ കഴുത്തിൽ കയറ് പെഗ് ചെയ്യുക, കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ റുപ്പിയിൽ നമ്മളുടെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിനെ പെഗ് ചെയ്തിടും, കെട്ടിയിടും. ഓക്കെ. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ഇവിടെ ഉള്ളൊരു മറ്റൊരു ടേമാണ് വാട്ട് ഈസ് ഡിബഞ്ചേഴ്സ്. എന്താണ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. പക്ഷേ ഈ ഡിബഞ്ചേഴ്സ് ആരാ ഇഷ്യൂ ചെയ്യുന്നത്? മാത്യു പോൾ ആണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണോ? അല്ല, കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന, കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? കടം വാങ്ങിക്കുന്നതിനുള്ള ഒരു പത്രമാണ്, കടം വാങ്ങിക്കാനായിട്ടുള്ള ഒരു പത്രമാണ്. ഈ പത്രം പക്ഷെ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മളുടെ
കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഇതിനെന്തെങ്കിലും കൊളാട്രൽ ഉണ്ടോ? ഇല്ല, കൊളാട്രൽ ഇല്ല. പകരം അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യും. നമ്മൾ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെയൊക്കെ വാങ്ങിക്കും, അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെയൊക്കെ വാങ്ങിക്കും. അത് നിങ്ങൾക്കറിയാം. അതുപോലെ നമ്മളുടെ കമ്പനീസിന് പണം കണ്ടെത്താനുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ IPOs കൊടുക്കണ്ട അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളുടെ കമ്പനീസിന് കടം വാങ്ങിക്കാലോ. ഈ കടം വാങ്ങിക്കുന്ന അവസരങ്ങളിൽ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാക്കി വേണം? ബോണ്ട്. സോ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സോ ഡിബഞ്ചേഴ്സ് എന്തായിരിക്കും? അൺസെക്യൂർഡ് ആയിരിക്കും ഓൾവേസ്. ഓക്കെ, ദെൻ അൺസെക്യൂർഡ് ആണെങ്കിൽ പിന്നെ കമ്പനിക്ക് അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് ഈ ഇക്വിറ്റി ഷെയർസ് വാങ്ങിച്ചാൽ പോരെ. അതിനൊരു പ്രത്യേകതയുണ്ട്. ഡിബഞ്ചേഴ്സും ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പൂട്ടിപ്പോകുന്ന അവസരങ്ങളിൽ ആദ്യം പേ ചെയ്യേണ്ടത് ഡിബഞ്ചർ ഹോൾഡറിനായിരിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയറിൽ ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ കമ്പനി പൂട്ടിപ്പോകുന്ന അവസരങ്ങളിൽ നമ്മളുടെ, അതായത് കമ്പനി അടച്ചുപൂട്ടുന്ന അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആകുന്ന അവസരങ്ങളിൽ ആദ്യം പേ ചെയ്യേണ്ടത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനായിരിക്കണം. അതിനുശേഷമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കാര്യത്തിൽ, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനിക്ക് ഒരു 200 കോടി പ്രോഫിറ്റ് വന്നു. സോ പ്രോഫിറ്റ് വരുന്ന കാര്യത്തിലും ആദ്യം പേ ചെയ്ത് തീർക്കേണ്ടത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനായിരിക്കണം. ഓക്കെ, അല്ലാണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ തീർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പേ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിലേക്ക് വരാം എന്ന് ചിന്തിക്കരുത്. ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ലോജിക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, ഞാൻ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ വേലായുധൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോ എന്റെ കയ്യിൽ എത്രയാണ്? ഒരു 15,000 രൂപ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഭാര്യയുടെ കടമായിട്ടുള്ള 10,000 രൂപ തീർത്തിട്ട് വേലായുധൻ ചേട്ടന്റെ കടം തീർത്താൽ മതിയോ? വേലായുധൻ ചേട്ടൻ വന്നിട്ട് പൊങ്ങയ്ക്ക് പിടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വേലായുധൻ ചേട്ടന്റെ കടമായിട്ടുള്ള 10,000 രൂപ കൊടുത്തിട്ട് ഭാര്യയുടെ 5,000 രൂപ സെക്കൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കും. കാരണം ഭാര്യ നമ്മളുടെ വീട്ടിലുള്ള അംഗമാണ്, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഓണേഴ്സ് ആണ്. എന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഓണേഴ്സ് അല്ല, അവര് ഔട്ട്സൈഡേഴ്സ് ആണ്. പണം തന്നിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റ് വഴി പണം തന്നിട്ടുള്ള ഔട്ട്സൈഡേഴ്സ് ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. സോ അവരെ ആദ്യം പേ ചെയ്ത് തീർക്കട്ടെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് പോകത്തുള്ളൂ. ആ ഒരു കാര്യം കൂടി ഓർക്കുക. സോ മസാല ബോണ്ട് എന്താണ്? സോ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്താണ് ബോണ്ടുകൾ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ദെൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബോണ്ടുകളാണോ എന്നൊരു സംശയം നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് നമ്മൾ തീർത്തു. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബോണ്ടുകളാണ്. ഓക്കെ, പിന്നെ മസാല ബോണ്ടുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോ മസാല ബോണ്ട് ഇന്നതാണ് കേസ് എന്ന് നമ്മൾ പറഞ്ഞു. റുപ്പിയിൽ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അണ്ടർലൈയിങ് ആയിട്ടുള്ള അസറ്റുകൾ കൊടുക്കുന്നതിനെയാണ് മസാല ബോണ്ടുകൾ എന്ന് പറയുന്നത്. റുപ്പിയുടെ വാല്യൂവില് പെഗ് ചെയ്തിടുന്നു. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഗോൾഡ് ബോണ്ടുകളെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ആ എക്സാമ്പിൾ വെച്ച് പഠിച്ചപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടി. ദെൻ നമ്മൾ ഡിബഞ്ചേഴ്സിലേക്ക് പോയി. ഡിബഞ്ചേഴ്സ് എന്തായിരുന്നു? ഡിബഞ്ചേഴ്സും ബോണ്ടുകൾ തന്നെയാണ്. പക്ഷേ അത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല, പകരം കോർപ്പറേറ്റ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. അവർക്ക് പണം കടം വാങ്ങാനായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഡിബഞ്ചേഴ്സിന്റെ ബാക്കിയുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സും പ്രിഫറൻഷ്യൽ ഡിബഞ്ചേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിബഞ്ചേഴ്സും നമ്മൾ അവിടെ പഠിച്ചു. ദെൻ ട്രഷറി ബിൽസിനെ കുറിച്ചും നമ്മളൊന്ന് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ കംസ് ദ നെക്സ്റ്റ് ഡിസ്കഷൻ. നമ്മളുടെ ഓപ്പൺ എഡിറ്റോറിയലിലെ അടുത്ത ഒരു ഡിസ്കഷൻ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ വന്നിട്ടുള്ളത്. സോ ഇവിടെ പെർട്ടിക്കുലർലി പറയുന്ന ഒരു ഒറ്റ കാര്യമാണ് എന്ത്? ഫെഡറൽ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പോളിസിക്ക് ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. എന്താണ്? വീക്ക് ഇംപ്ലിമെന്റേഷൻ അറ്റ് സ്റ്റേറ്റ് ലെവൽ. അതാണ് ഈ ഒരു ഡിസ്കഷന്റെ കോർ ടോപ്പിക് അല്ലെങ്കിൽ കോർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. 2017 ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പല സ്റ്റേറ്റുകളും ഇത് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്തില്ല. സോ നമ്മൾ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് 2.0 പോകുമ്പോൾ നമ്മുടെ ആന്റി മൈക്രോബിയൽ പോളിസി 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഈ സ്റ്റേറ്റ് കൺട്രോൾ അല്ലെങ്കിൽ എന്താണ് ഫെഡറൽ സ്ട്രക്ചറിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോർഡിനേഷൻ വേണം എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ ആണോ? സോ ഈ ഒരു ആർട്ടിക്കിൾ എന്താ പറഞ്ഞു വെക്കുന്നത്? ഒരു കോർഡിനേഷൻ വേണം. ഇതിന് എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം ആണ്. നമ്മൾ ഇന്നലെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയി. അതിന് മുന്നത്തെ ഒരു ഡിസ്കഷനിൽ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് TB എലിമിനേഷൻ പ്രോഗ്രാം, ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു 2025 കൂടിയിട്ട് എലിമിനേറ്റ് ചെയ്യും. അത് സക്സസ് ആവാനായിട്ടുള്ള ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ സെന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ ആണ്. ഓക്കെ, ഒരു സെന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ ആണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തില്, മോണിറ്ററിംഗിന്റെ കാര്യത്തില്. സോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളെ എന്ത് ചെയ്യും? സെന്ററുകൾ കോർഡിനേറ്റ് ചെയ്യും, റിവ്യൂ മീറ്റിംഗുകൾ വെക്കും, പ്ലാനുകൾ കൊടുക്കും, ടാർഗറ്റുകൾ കൊടുക്കും, സ്റ്റേറ്റിന്റെയും സെന്ററിന്റെയും റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഞാൻ ചെയ്യുമോ അവര് ചെയ്യുമോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ഡയലമ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. സോ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നമ്മളുടെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ കാര്യത്തിൽ ഇല്ല. സോ അത് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അദ്ദേഹം ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർഡിനേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു AMR കൗൺസിൽ, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ സെന്ററിൽ ക്രിയേറ്റ് ചെയ്യണം. സെന്റർ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നമ്മൾ GST കൗൺസിൽ എന്ന് പറയില്ലേ, അതുപോലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ഏജൻസി ആയിട്ട് നീതി ആയോഗ് പ്രവർത്തിക്കണം. ഓക്കെ, സോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറിയിട്ട് ഒരു കൗൺസിലായിട്ട്, ഒരു സെപ്പറേറ്റ് കൗൺസിലായിട്ട്, സെന്ററിന്റെയും സ്റ്റേറ്റിന്റെയും പ്രതിനിധികളെ ഉൾക്കൊള്ളുന്ന ഒരു കൗൺസിലായിട്ട് എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യണം. അത് ഇംപ്ലിമെന്റേഷൻ അതോറിറ്റി നീതി ആയോഗിന് കൊടുക്കണം. ദെൻ സ്റ്റേറ്റ് AMR സെൽ, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻസുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം. ദെൻ അതിനെ മോണിറ്റർ ചെയ്യണം. നാഷണൽ സ്ട്രാറ്റജിയുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ ഇതിനെയെല്ലാം ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം. എന്നാൽ അതുകൊണ്ട് മാത്രം തീർന്നോ? ഇല്ല. പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ കൂടിയിട്ട് നമ്മൾ ഉറപ്പാക്കിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മൾ ഈ ഒരു മേഖലയിൽ, കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസീസ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ കാര്യത്തിലുണ്ട്. സോ അതെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളുടെ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ കേസിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്തായിരുന്നു നമ്മളുടെ ഈ ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി, സെൻട്രൽ സ്റ്റേറ്റ് എന്താണ് ഡയലമ അല്ലെങ്കിൽ ഫെഡറലിസത്തിന്റെ ഒരു ഡയലമ ഈ മിക്ക പ്രൊജക്ടുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു പ്രോബ്ലത്തെയാണ് ഇവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. സോ പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ട ഒരു പോയിന്റ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതെന്താണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസിലുള്ള ഡയലമാസ് ആണ് വരുന്നത്. അപ്പൊ അതിന് ഉള്ള സൊല്യൂഷൻ എന്താണ്? അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് കൗൺസിൽ ഫോർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, പെർട്ടിക്കുലർലി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ നിന്ന് മാറിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് കൗൺസിൽ. നമ്മൾ ഇന്നലെ ഈ എയ്ഡ്സിന്റെ കാര്യത്തിൽ പറഞ്ഞു, സെപ്പറേറ്റ് ആയിട്ട് ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെന്ന് പറഞ്ഞു തമിഴ്നാട് ഗവൺമെന്റ്. അതുപോലെ സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യണം. ഈ കൗൺസിൽ എന്തായിരിക്കണം? നീതി ആയോഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ കൗൺസിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. മെയിൻസ് പെർസ്പെക്റ്റീവുകളിൽ ആൻസറുകൾ എഴുതുക. നെക്സ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ ഈസ് ഓൾസോ റിലേറ്റഡ് ടു എന്താണ്? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. അതായത് അർബൻ പ്ലാനിങ്ങുകൾ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലേക്ക് ആദ്യം വരിക? സ്മാർട്ട് സിറ്റി പ്രൊജക്ട്, വലിയ റോഡുകൾ, നല്ല ഗതാഗത സൗകര്യങ്ങൾ, നല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ, വെൽ ആയിട്ടുള്ള ട്രാഫിക് ലൈറ്റുകൾ. സോ സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ റോഡുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ്. പക്ഷേ നല്ല ആരോഗ്യമുള്ള ജനത അല്ലെങ്കിൽ എന്താണ് ഗുഡ് ഹെൽത്ത് കെയർ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. സോ
അത് തന്നെയാണ് നമ്മളുടെ അർബൻ പ്ലാനിങ്ങിലും അല്ലെങ്കിൽ അർബനൈസേഷനുകളിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ്. പലപ്പോഴും നമ്മൾ പൊല്യൂഷനെ കുറിച്ച് പറയാറുണ്ട്, അർബൻ ഇൻഈക്വാലിറ്റിയെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട്, അർബൻസിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ. പക്ഷേ അർബൻ ഏരിയയിൽ ഉണ്ടാകുന്ന ഹേർട്ട് അറ്റാക്കുകളെ കുറിച്ചും ഡയബറ്റിക്സുകളെ കുറിച്ചും നമ്മൾ നമ്മളുടെ അർബൻ പ്ലാനിങ്ങുകളിൽ എന്ത് ചെയ്യുന്നില്ല, അർബൻ പ്ലാനുകളിൽ ചിന്തിക്കുന്നേ ഇല്ല. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ അണ്ടർലൈങ് ആയി കിടക്കുന്ന ഒരു കോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് ആൻസർ റൈറ്റിങ്ങുകളിൽ ഒന്നില്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ എഴുതാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് എഴുതാൻ പറ്റുന്ന ഒരു വാക്യം ഇന്നത്തെ പത്രത്തിലുണ്ട്. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തി സിറ്റീസ് നെറ്റ്വർക്ക് ഷോ ദാറ്റ് എംബഡിംഗ് ഹെൽത്ത് ഇൻ ഗവർണൻസ് ലോവേഴ്സ് ക്രോണിക് ഡിസീസ് റിസ്ക്. സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെൽത്തി സിറ്റീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റഡി, ഹെൽത്തി സിറ്റീസ് നെറ്റ്വർക്കിന്റെ ഒരു സ്റ്റഡി ഷോ ചെയ്യുന്നത് എന്താണ്? എംബഡിംഗ് ഹെൽത്ത് ഇൻ ഗവേണൻസ്. ഗവേണൻസിൽ ഹെൽത്ത് എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹെൽത്ത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ലോവേഴ്സ് ക്രോണിക് ഡിസീസ് റിസ്ക്. ഫോർ എക്സാമ്പിൾ, അർബനൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് കൂടിയിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ, ഗവേണൻസിൽ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട് കൂടിയിട്ട് കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ക്രോണിക് ഡിസീസുകൾ. സോ ഡയബറ്റിക്സ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ നല്ല ആശുപത്രികൾ മാത്രം കിട്ടിയാൽ പോരാ, പകരം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗവർണൻസിലും നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ തലത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡിസീസ് റിസ്കുകൾ അല്ലെങ്കിൽ ഹെൽത്തിനെ നിങ്ങൾ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഡയബറ്റിക്സും കാർഡിയോവാസ്കുലാർ പ്രോബ്ലംസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അർബനൈസേഷൻ റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ആയിട്ടൊരു സജഷൻ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തൂടെ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെൽത്തി സിറ്റീസ് നെറ്റ്വർക്ക്. പലരും എഴുതില്ല, കാരണം നമ്മളുടെ എന്താണ് സോകോൾഡ് മാഗസീനുകൾ അല്ലെങ്കിൽ പീരിയോഡിക്കൽസുകളൊന്നും ഇത് ചിലപ്പോൾ കോട്ട് ചെയ്തെന്ന് വരില്ല, അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് പത്രങ്ങൾ വായിക്കണം, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പോയിന്റുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ഈ പോയിന്റുകളൊക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോവില്ലേ? നമ്മളുടെ പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോവില്ലേ? തീർച്ചയായും മറന്നു പോകും. സോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള നല്ല നല്ല പോയിന്റുകൾ പത്രത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ഒന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. മെയിൻസിന്റെ എന്താണ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങളെ തന്നെ ആഡ് ചെയ്തുകൊണ്ട്, യുവിനെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. കോഡ്സ് ടു മെയിൻസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകൾ കൊടുത്തേക്കുക. ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ്ന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകൾ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തി സിറ്റി നെറ്റ്വർക്ക്, ഈ വാക്യം തന്നെ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നത് ആ സമയങ്ങളിൽ തങ്ങൾ യൂട്ടിലൈസ് ചെയ്തേക്കുക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഹെൽത്ത് നമ്മളുടെ അർബനൈസേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അർബൻ പ്ലാനിങ്ങിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചിട്ടാണ്. സോ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിയാം, എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൊച്ചിയിൽ, എറണാകുളത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ എറണാകുളത്ത് ആലുവയിൽ നിന്ന് നിങ്ങൾ മെട്രോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മെട്രോ തൃപ്പൂണിത്തറയിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു 5 മുതൽ 6 വരെ വലിയ ഹോസ്പിറ്റലുകൾ, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ട്രസ്റ്റ്, ദെൻ എന്താണ് ലിസി ഹോസ്പിറ്റല്, ദെൻ അതിനു മുൻപ് വെൽ കെയർ ഹോസ്പിറ്റൽ ഉണ്ട് വൈറ്റ്ലിയോട് അടുത്തിട്ട്, ദെൻ ഇങ്ങനെയുള്ള ഒരു 4-5 ഹോസ്പിറ്റലുകൾ ഈ മെട്രോയുടെ സർവൈലൻസിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ എന്താണ്, വയനാടോ കാസർഗോഡോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഹോസ്പിറ്റൽ കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല. വൈ? എന്തുകൊണ്ടാ? സോ പ്രോഫിറ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ എവിടെയാണോ കൂടുതൽ ആളുകൾ വരുന്നത് അവിടെയാണ് ഹോസ്പിറ്റലുകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? സോ അർബൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഇദ്ദേഹം ഒരു 5 പോയിന്റുകളായിട്ട് നമ്മളുടെ അർബൻ പ്ലാനിങ്ങിനെ എന്ത് ചെയ്യണം, അർബൻ പ്ലാനിങ്ങിന്റെ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അർബൻ പ്ലാൻ ചെയ്യുമ്പോൾ വാക്കബിലിറ്റി ആൻഡ് ആക്റ്റീവ് മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, സോ നിങ്ങൾ ഒരു ജില്ലാ കളക്ടറായിട്ട് നിങ്ങൾ എറണാകുളം സിറ്റിയെ പ്ലാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു സിറ്റിയെ പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു. സോ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാക്കബിലിറ്റി ആൻഡ് ആക്റ്റീവ് മൊബിലിറ്റി.
10-minute സിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. 10-minute സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും 10 മിനിറ്റിനുള്ളിൽ കിട്ടണം. വിച്ച് മീൻസ് വാക്കബിൾ ഡിസ്റ്റൻസിൽ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞാലും ഗ്രോസറീസ് ആയി കഴിഞ്ഞാലും പാർക്കുകളായി കഴിഞ്ഞാലും എല്ലാം ഈ വാക്കബിൾ ഡിസ്റ്റൻസിൽ കിട്ടണം. ഓക്കെ, എല്ലാ അമ്യൂണിറ്റീസും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഏറ്റവും അടുത്ത സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആണെന്ന് വിചാരിക്കുക. ബാംഗ്ലൂരില് വീടും ഓഫീസും അടുത്താണ്. പക്ഷേ എനിക്ക് റിക്രിയേഷൻ ചെയ്യണമെങ്കിൽ, റിക്രിയേഷൻ ആക്ടിവിറ്റി വേണമെങ്കിൽ ഒരു 10 കിലോമീറ്റർ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ? ഇല്ല. സോ വാക്കബിലിറ്റി ആൻഡ് ആക്റ്റീവ് മൊബിലിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ദെൻ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ. നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ പണിതോളൂ, റോഡുകൾ കൃത്യമായിട്ട് ടാർ ചെയ്തോളൂ, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നടപ്പാതകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇതെല്ലാം ഒരു ഗ്രീൻ ആസ്പെക്റ്റുകൾ, കുറച്ചുകൂടി ട്രീസ്, കുറച്ചും കൂടി ഹീറ്റ് പൊല്യൂഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ ആസ്പെക്ട്സ് കൂടിയിട്ട് അതിന് കൊണ്ടുവരണം. ദെൻ മിക്സഡ് ലാൻഡ് യൂസ്. ലാൻഡ് യൂസുകൾ ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ ഒരു എന്താണ് ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കൊടുക്കാണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മളുടെ വീടുകൾക്ക് വേണ്ടി മാത്രം ഒരു ലാൻഡ് മൊത്തമായിട്ട് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? പല പല ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ റിലീജിയസ് ആക്ടിവിറ്റീസ്, ദെൻ എന്താണ് ചെറിയ ചെറിയ പാർക്കുകൾ, ഇങ്ങനെയുള്ളതെല്ലാം എംബഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ലാൻഡിനെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോ നമ്മൾ ഇവിടെ എവിടെയാണ്, വയനാട് നമ്മൾ ഒരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇല്ലേ, കേരള ഗവൺമെന്റ്. അതെങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോ വീടുകൾ മാത്രം പണിയുന്നതല്ല, പകരം അതിനോടൊപ്പം റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് പണിയുന്നുണ്ട്. ദെൻ അതിനോടൊപ്പം പള്ളികളും അമ്പലങ്ങളും പണിയുന്നുണ്ട്. ദെൻ എന്താണ് അതിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു PHSEs ഉണ്ട്, സ്കൂൾസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ ആ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പണിയുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മളുടെ ലാൻഡിനെ യൂസ് ചെയ്യേണ്ടത്, മിക്സഡ് ലാൻഡ് യൂസ്. ദെൻ പബ്ലിക് ട്രാൻസ്പോർട്സിനെ കുറച്ച് കൂടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലും ഹെൽത്തി ഫുഡ് സിസ്റ്റത്തിന് കൃത്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുമായിരിക്കണം നമ്മളുടെ പ്ലാനിങ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഒന്നിച്ചിരി സ്പീഡ് കൂട്ടുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഒരു ഡിസ്കഷനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ബയോ റെമഡിയേഷൻ? ഓക്കെ, സോ ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയോളജിക്കൽ ഓർഗാനിസത്തിനെ യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബയോളജിക്കൽ ഓർഗാനിസത്തിനെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആൽഗേസിനെ യൂസ് ചെയ്യും, ഫംഗസിനെ യൂസ് ചെയ്യും, ഇങ്ങനെ ഡിഫറെന്റ് ബയോളജിക്കൽ ഓർഗാനിസത്തിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നതിനെയാണ് ബയോ റെമഡിയേഷൻ എന്നൊരു കാര്യം ഓർത്തിരിക്കുക. സോ ഈ ബയോ റെമഡിയേഷൻ നമ്മൾ എവിടെയെങ്കിലും മുന്നേ കേട്ടിട്ടുണ്ടോ? കേരളത്തില് കൊച്ചി തീരത്തോട് ചേർന്നിട്ട് ഒരു കപ്പൽ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഒരു ഓയിൽ സ്പില്ല് നടന്നിട്ടുണ്ടായിരുന്നു കൊച്ചി തീരത്തോട് ചേർന്നിട്ട്. ഈ അവസരത്തില് നമ്മൾ ഈ ഓയിൽ സ്പില്ലിനെ എങ്ങനെ കണ്ടാമിനേറ്റ് ചെയ്യാം എന്നൊരു ഡിസ്കഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ആണ് ബയോ റെമഡിയേഷൻസ് യൂസ് ചെയ്യുക. സോ അതെങ്ങനെയാ വർക്ക് ചെയ്യുക? ഇപ്പൊ ഓയില് നമ്മളുടെ ജലാശയത്തിലേക്ക് പകർന്നിരിക്കുകയാണ്. നമ്മൾ ഇതിനെ കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ആൽഗേസിനെയും അല്ലെങ്കിൽ ഈ ഓയിൽ ഈറ്റ് ചെയ്യുന്ന ഫംഗസിനെയും ആൽഗേസിനെയും അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് അങ്ങോട്ട് ഇറക്കി വിടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഈ ഓയിലുകളെല്ലാം തിന്നുകൊണ്ട് ഈ ഒരു ഏരിയയെ ക്ലീൻ ആക്കും. ഇതിനെയാണ് ഇൻസ്യൂട്ടു ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻസ്യൂട്ടു ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ എവിടെയാണോ വേസ്റ്റ് ഉള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഈ മൈക്രോ ഓർഗാനിസത്തിനെ, ആൽഗേസിനെ, ഫംഗസിനെ എല്ലാം നമ്മൾ ഇറക്കി വിട്ടിട്ട് അതിനെ ക്ലീൻ ആക്കിയെടുക്കും. ഇതിനെയാണ് ഇൻസ്യൂട്ടു ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ബയോളജിക്കൽ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാനായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? ഇന്ത്യയുടെ വേസ്റ്റ് ഓരോ ദിവസവും കൂടി വരുന്ന അവസരത്തിൽ ഡിഫറെന്റ് ടെക്നിക്സുകൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ കെമിക്കലി പ്രോസസ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് മെക്കാനിക്കലി പ്രോസസ് ചെയ്യും, ലാൻഡ് ഫില്ലിന്റെ മേലെ നമ്മൾ കൊണ്ടുപോയിടും. അതുപോലെ ബയോളജിക്കൽ ഓർഗാനിസത്തിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന രീതിയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് കൂടി നിങ്ങളൊന്ന് ഓർക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ്. സോ വാട്ട് ഈസ് ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ഒരു എക്കോണമിക് ആക്ടിവിറ്റി നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു എക്കോണമിക് ഫ്രോഡുലൻസ് നടത്തിക്കൊണ്ട് രാജ്യം വിടുന്നവരെയാണ് നമ്മൾ ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018 പ്രകാരമാണ് ഇങ്ങനെ ഒരു കാറ്റഗറൈസ് നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ. സോ 100 കോടിയോ അതിൽ അധികമോ എക്കോണമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്കോണമിക് ഫ്രോഡുലൻസ് നടത്തിക്കൊണ്ട് രാജ്യം വിടുന്നവരെയാണ് നമ്മൾ ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ് ആയിട്ട് നമ്മൾ മാറ്റിമറിക്കുന്നത്. ഓക്കെ. സോ അതില് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവരെ ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡർ ആയിട്ട് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. ദെൻ അതിനുശേഷം ഇവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം നമ്മൾ സീസ് ചെയ്തെടുക്കും. സോ ഇതിൽ പെർട്ടിക്കുലർലി വരുന്നത് നമ്മുടെ PMLA ആക്ട് ആണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 പ്രകാരമാണ്. സ്പെഷ്യൽ കോടതികളാണ് ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിൽ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ. സോ 100 കോടിയിൽ അധികം രൂപയിൽ എന്ത് ചെയ്യണം, ഇവര് ഒഫൻസുകൾ നടത്തിയിട്ട് രാജ്യം വിട്ടിട്ടുള്ളവരായിരിക്കണം ഈ ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡേഴ്സ്. ഓക്കെ. സോ ആ ഒരു ടോപ്പിക് കൂടിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക.